ഹലോ എവരിവൺ, വി ആർ ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഇന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വൺ ബ്ലോക്കിന്റെ സീരീസ്. യെസ്, എനിക്കൊരു ട്രാജിക് ന്യൂസ് പറയാനുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണില്ലേ കുറെ പ്രോഗ്രസ്. ഫസ്റ്റ് എപ്പിസോഡിൽ ഈ പ്രോഗ്രസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. യാ, ഇതൊക്കെ ഫുള്ള് റെക്കോർഡ് ചെയ്തായിരുന്നു, ബട്ട് റെക്കോർഡിങ് ആയില്ല. യാ, ഞാൻ 30 മിനിറ്റ്, അരമണിക്കൂർ, 45 മിനിറ്റ് ഒക്കെ ഞാൻ റെക്കോർഡ് ചെയ്തോ, ഒന്നുപോലും റെക്കോർഡ് ആയില്ല. അപ്പൊ ഈ പ്രോഗ്രസ് ഒക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ കോമന്ററി പറഞ്ഞൊക്കെ വെറുതെ ആയി. ഞാൻ ശരിക്കും ഇത് രാവിലെയാണ് റെക്കോർഡ് ചെയ്തത്. എനിക്ക് ഈ റെക്കോർഡ് ആയില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ ശരിക്കും കരഞ്ഞു പോയി. ഡിപ്രഷൻ സ്റ്റേജിൽ എത്തി ശരി. ഇപ്പൊ ഞാനിപ്പോ വൈകുന്നേരമാണ് ഇപ്പൊ റെക്കോർഡ് ചെയ്യണേ. ഇപ്പൊ ഞാൻ നല്ലൊരു ഗുഡ് മൂഡിലെത്തിയിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി ഇപ്പൊ ദോഷം റെക്കോർഡ് ആയാൽ മതിയായിരുന്നു എന്നാണ് ഞാൻ പ്രാർത്ഥന. എനിക്ക് ജീവിതത്തില് ട്രീ പോയി ഞാൻ ജീവിതത്തില് ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ലൈക്ക് റെക്കോർഡ് ആവാതെ ഞാൻ ശരിക്കും റെക്കോർഡ് ബട്ടൺ അവർക്ക് നല്ല ഓർമ്മയുണ്ട്. റെക്കോർഡ് ബട്ടൺ അമർത്തിയതാ. എനിക്ക് രാവിലെ എന്തിട്ടോ ഒരു ഇഷ്യൂ വന്നു. രാവിലെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഓൺ ആയിപ്പോ അത് ഫെയിൽ എന്ന് കാണിക്കുക. ഞാൻ ആ ഫെയിൽ സാധനം കണ്ടില്ല. ആ ഫെയിൽ ആയത് കാര്യം അറിഞ്ഞില്ല. ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ഞാൻ വീണ്ടും സ്റ്റാർട്ട് റെക്കോർഡ് അമർത്തി. പെട്ടെന്ന് നടന്നില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ പ്രോഗ്രസ് കാണിച്ചു തരാം. ഞാനിപ്പോ ഇവിടെ ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എന്തിനാ വെച്ചാൽ ക്രോപ്സിനൊക്കെ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ ആനിമൽ ഫാം യാത്ര വലുതാക്കിയിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ തന്നെ ഇരിക്കണേ. ഇപ്പൊ അങ്ങനെ തന്നെ ഇരിക്കണം. ഞാനിപ്പോ അവിടെ ഒരു ഗ്രാസ് ബ്ലോക്ക് വെച്ച് എന്താ വെച്ചാൽ അവിടുത്തെ ഗ്രാസ് മറ്റു ഷീപ്പ് തോന്നുന്നു. അപ്പൊ അവിടുത്തെ ഗ്രാസ് പോയി ആക്ച്വലി. അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ ഗ്രാസ് വെച്ചാണ്. അപ്പൊ ഇവിടെ ഷീപ്പ് എന്തായാലും തിന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ ഞാൻ ബ്ലോക്ക് മൈൻഡ് ചെയ്യുമ്പോ ഇവിടെ ഈ സാധനം തുറന്നാൽ മതി. ഇത് തന്നെ അങ്ങോട്ട് പോയിക്കോളും ആ ബ്ലോക്ക് കയറിയിട്ട്. അതാണ് ഞാൻ ഇങ്ങനെ സെറ്റപ്പ് വെച്ചേക്കണേ. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു സെറ്റപ്പ് ഇങ്ങനെ ഫെൻസ് എന്താ വെക്കാൻ കാരണം വെച്ചാൽ ഇപ്പൊ ഹോസ്റ്റൽ മോബ്സും സ്പോൺ ആകാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ചെസ്റ്റ് ഒക്കെ മാറ്റിയിട്ട് ഇപ്പൊ അവിടെയായി. ഇപ്പൊ അവിടെയാണ് സ്റ്റോറേജ് ഇങ്ങനെ ഏരിയ എന്ന് പറയാൻ. ഇപ്പൊ അതിലൂടെ ഞാൻ ഇങ്ങനെ ഒരു വാൾ എന്താ വെച്ചാൽ സ്കെൽട്ടൻ എന്നാലും നമ്മൾ അടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എനിക്ക് ഈ ഷീൽഡ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ശരി, ഷീൽഡ് ഇപ്പൊ എനിക്ക് പുതിയതായിട്ട് കിട്ടിയതാ. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത പ്രോഗ്രസ്. എത്ര ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഞാൻ വലുതായിട്ട് കരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ലെറ്റ്സ് കണ്ടിന്യൂ. ഇന്നത്തെ പ്ലാൻ വെച്ചാൽ എനിക്ക് ഡയമണ്ട്സ് എടുക്കില്ല. അപ്പൊ ഞാൻ സ്റ്റോൺ ഏജിലാണ്. ഇപ്പൊ എന്റെ സ്റ്റോൺ ടൂൾസ് കണ്ടില്ലേ. ഇപ്പൊ സ്റ്റോൺ ഏജിലാണ്. അതിന്റെ കൂടെ എനിക്ക് കുറച്ച് അയണും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അത് കുറച്ച് ഫർണസ് എടുക്കണമെങ്കിൽ നമുക്ക് അത് കളക്ട് ചെയ്തിട്ട് നമുക്ക് ചെസ്റ്റിലേക്ക്. ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന ആഗ്രഹിക്കുന്നില്ല. എനിക്ക് കുറച്ച് സ്പൂൾസും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ചെസ്റ്റ് എമറൽഡ് കിട്ടി. പിന്നെ ലാവ ബക്കറ്റ് കിട്ടി. ഇന്ന് എനിക്ക് ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ആണ്. അത് ഉണ്ടാക്കാൻ വേണ്ടി പോണ സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത് എന്റെ റെക്കോർഡിങ് പോയിരുന്നു. നമുക്ക് ചെയ്യാം ആക്ച്വലി. ലെറ്റ്സ് മേക്ക് ദി കോബിൾസ്റ്റോൺ ജനറേറ്റർ. അത് ഞാൻ ഇവിടെ ഈ സാധനം ഒന്ന് റീപ്ലേസ് ചെയ്യും ആക്ച്വലി. ലെറ്റ്സ് റീപ്ലേസ് വിത്ത് വുഡ്. എനിക്ക് ചിലപ്പോൾ ഗ്രാവ ഒന്ന് പണി ഉണ്ടാകും. പണി ഉണ്ടാക്കില്ല പ്രതീക്ഷിക്കാം. ടേക്ക് ദി ലാവ ബക്കറ്റ് ആൻഡ് ഓൾസോ നമ്മുടെ വാട്ടർ ബക്കറ്റ് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ കിട്ടിയതാ. ഇത് നമുക്ക് ഈ സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് കോബിൾസ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാം. അത് ഞാൻ ഇവിടെ ഒരു ബ്ലോക്ക് വയ്ക്കട്ടെ ആക്ച്വലി. അപ്പൊ ഞാൻ ഈ ലാവ വെക്കാം. എന്നിട്ട് ഞാൻ എവിടെ പോയി എൻ്റെ ജസ്റ്റ് മൂടാം. ഞാൻ അറിയാണ്ട് അതിന്റെ ഉള്ളി കയറിയിരിക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ ഇവിടെ വാട്ടർ ബക്കറ്റ് വയ്ക്കാം. വാട്ടർ ബക്കറ്റ് വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഇത് ബ്രേക്ക് ചെയ്യാൻ പോവാ. ഞാൻ അത്ര പൊട്ടനൊന്നുമില്ല കേട്ടോ. ഞാൻ അത്ര പൊട്ടനല്ല, മനസ്സിലായ? ഇപ്പൊ കുറെ പേർക്ക് അറിയാം. ഇപ്പൊ ഞാനിത് ബ്രേക്ക് ചെയ്താ ഈ സാധനം ഒബ്സിഡിയൻ ആയി മാറും. ബട്ട് ഐ ആം സ്മാർട്ട് സംടൈംസ്. ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ട്രിക്ക് ഉണ്ട്. ഞാൻ ഇവിടെ ഒരു സ്ലാബ് വെക്കാൻ പോവാ. സ്ലാബില്ല, ഐ മീൻ സ്റ്റെയർ. ഇനി ഞാൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നോക്കിക്കോ, കൺവേർട്ട് ആയില്ല, ഒബ്സിഡിയൻ ആയില്ല. ഇപ്പൊ സാധാ ഒരു കോബിൾസ്റ്റോൺ ഉണ്ട്. ഞാനിപ്പോ ഈ മെത്തേഡ് ഉപയോഗിക്കാൻ കാരണം എനിക്ക് മറ്റേ മെത്തേഡ് അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ വരാം. നിങ്ങൾക്കും വരാറില്ലേ കൺഫ്യൂഷൻ? എവിടെയാണ് ലൈക്ക് കോബിൾസ്റ്റോൺ ലാവ ഏത് ഭാഗത്ത് 2 ബ്ലോക്ക് ആണോ പിന്നെ 3 ബ്ലോക്ക് ആണോ, അങ്ങനെ കുറെ ഇതുണ്ട്. ഇതൊന്ന് എളുപ്പമാണ്. ഇങ്ങനെ പെട്ടെന്ന് ഓർത്തേക്ക് എളുപ്പമാണ്. പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നുമില്ല. ഒരു സ്ഥലത്ത് ലാവ വയ്ക്കുക, ഒരു സ്ഥലത്ത് വെള്ളം വെക്കുക, എന്നിട്ട് അവിടെ ഒരു സ്റ്റെയർ വയ്ക്കുക. അത്രയുള്ളൂ. അവിടെ ഓർത്തേക്ക് എളുപ്പമാണ്. അതാണ് ഞാൻ ഈ മെത്തേഡ്. ദാറ്റ്സ് വൈ. ഇപ്പൊ തൽക്കാലത്തിന് ഇപ്പൊ നമുക്ക് ഒരു ഇൻഫിനിറ്റ് കോബിൾസ്റ്റോൺ ജനറേറ്റർ ആയി. നമുക്ക് ബ്ലോക്ക് മൈൻഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡയമണ്ട് ഇടാനുള്ള പ്ലാനാണ്. പിന്നെ എനിക്ക് ഇവിടെ ക്രോപ്സ് നടണം ഇവിടെ. പക്ഷെ എനിക്ക് വെള്ളം ഇല്ലാത്തതുകൊണ്ട് ആ വെള്ളം എനിക്ക് കിട്ടിയിട്ടില്ല. വെള്ളം ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എനിക്കറിയില്ല. എനിക്ക് സ്പെഷ്യലി സാൻഡ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് വാട്ടർ ബോട്ടിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കോൾഡ്രൻ ഉണ്ടാക്കാം. കോൾഡ്രനൊക്കെ ആയിരുന്നു, കോൾഡ്രൻ ഉണ്ടാക്കാൻ പറ്റില്ല.
ഞാനേ ആക്ച്വലി ഞാനൊരു കുറച്ച് അയൺ എടുക്കട്ടെ, എന്നിട്ട് ഞാൻ ഒരു ഷിയർ ഉണ്ടാക്കാൻ പോവാ. ഇതിന് ശേഷം എനിക്ക് ആ വൂള് കളക്ട് ചെയ്യാനാണ്. ഷിയർ എവിടെ ആക്ച്വലി? ഷിയർ എവിടെയാ? ആ ഷിയർ വെപ്പൺസിലല്ലോ. ഷിയർ എപ്പോഴാണ് വെപ്പണായേ? നമുക്ക് ഈ ഷിയർ എടുക്കാം. എനിക്ക് വൂള് കിട്ടുകയാണെങ്കിൽ എനിക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പോവാനും വരാനെ കുറിച്ച് എളുപ്പമാവേ. യെസ്, ഞാനൊരു കാർപ്പറ്റ് ഉണ്ടാക്കട്ടെ. യെസ്, കാർപ്പറ്റ് ഉണ്ടാക്കാം, എന്നിട്ട് നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി ഞാനിത് എങ്ങനെ വെക്കുക? സുഖമായിട്ട് വെക്കാൻ പറ്റും. ഓക്കെ, കുഴപ്പമുണ്ടായില്ല. ഓക്കെ, അങ്ങനെ ആ പണി കഴിഞ്ഞു. ഇനി ഞാൻ ഒരു ബെഡ് ഉണ്ടാക്കും. ബെഡ് ഉണ്ടാക്കുന്ന കൂടുണ്ട് എൻ്റെ കയ്യിൽ. ഓക്കെ, ഭാഗ്യത്തിനുണ്ട്. ഇപ്പൊ ഞാൻ തൽക്കാലം കാർപ്പറ്റ് വിടുന്നോട്ടെ വെറുതെ. എനിക്ക് ആ വുഡും അതിൻ്റെ സ്പ്രൂസ് ട്രീയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചിക്കൻ എഗ് ഇപ്പൊ തൽക്കാലം ഈ സാധനമൊക്കെ വിടുന്നുണ്ട്. സ്കൂട്ടർ ആവശ്യമില്ല. ഇനി എന്റെ വോയിസ് റെക്കോർഡ് ആയാൽ മതിയായിരുന്നു കേട്ടോ. ഇനി പറയാൻ പറ്റില്ല, അതും റെക്കോർഡ് പോയി. എനിക്ക് പേടിയോടു വീട് ചെക്ക് ചെയ്യാൻ, ഡബിൾ ചെക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഇത് വൈസ് 1.7 അങ്ങനത്തെ ആയിരുന്നില്ല ആക്ച്വലി. തൽക്കാലം ഇതിപ്പോ വിടുന്നോട്ടെ. സെറ്റ് വെറുതെ നമുക്ക് തുടങ്ങാം. ഞാൻ എന്താ ഈ സമയം ചെയ്യാന്ന് വെച്ചാൽ ഈ സ്കെൽട്ടറും സോംബിക്ക അങ്ങനെ ഒരു തീരെ ലൈക്ക് ഇങ്ങനെ ഞാൻ പ്രത്യേകിച്ച് കൈ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അവര് ഈ സൂര്യൻ തന്നെ കൊന്നോളൂ. അതിനോട് എനിക്ക് ഈ ഫെൻസും കൂടി കിട്ടുന്നത്. ഈ ഫെൻസും ഈ സ്റ്റോൺ ഏജ് ആയിട്ട് എന്താ ബന്ധം എനിക്ക് അറിയില്ല. ഇനി ചിലപ്പോൾ മൈൻഷാഫ്റ്റ് ഉദ്ദേശിക്കണേ മേ ബി. കോപ്പറും കിട്ടി. ഞാൻ കോപ്പർ ആർമർ വേണമെങ്കിൽ എനിക്ക് ഉണ്ടാക്കാം. ബട്ട് കോപ്പർ ആർമർ ഉണ്ടാക്കാം ആക്ച്വലി. ടൂൾസ് ഉണ്ടാക്കിയില്ലെങ്കിൽ ആർമർ ഉണ്ടാക്കാം. ഈ വയം വെറുതെ വേസ്റ്റ് ആക്കണല്ലോ. ഇപ്പൊ എനിക്ക് ഒന്നും ഉണ്ടാക്കുന്നില്ല, കാരണം ചിലപ്പോൾ ഞാൻ താഴെ പോയാൽ അതൊക്കെ തീർന്നേ. അതുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ലൈക്ക് ഫൈറ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ലൈക്ക് ഇങ്ങനെ എന്റെ ആർമറൊന്നും ഞാൻ ഉണ്ടാക്കണില്ലേ. ഹായ് ഹായ്. സോംബിയൊക്കെ എളുപ്പമാക്കല്ല, ബട്ട് മറ്റേവരാണ് മറ്റേവരാണ് കുറച്ചും കൂടി പ്രശ്നം. മറ്റേ സ്കെൽട്ടനും ക്രീപ്പർ ഇതുവരെ വന്നിട്ടില്ല. എന്നാലും പേടിയാ, പറയാൻ പറ്റില്ല. എപ്പോഴാ വരാന്ന് പറയാൻ പറ്റില്ല. ക്രീപ്പറൊക്കെ വന്നാൽ ഞാൻ പെട്ടെന്ന് ബാക്കോട്ട് പോകണം, കാരണം പണി കിട്ടും അല്ലെങ്കിൽ. ഇപ്പൊ ഞാൻ ഈ മൈൻ ചെയ്ത് റിസ്ക് ചെയ്യാം. ചിലപ്പോ ആ സമയത്തല്ല ക്രീപ്പർ പോണെങ്കിലോ. ക്രീപ്പർ ഒന്ന് ഒറ്റൊരു ഓട്ടം ബാക്കോട്ടേക്ക് ഒറ്റൊരു പോക്കുക. പക്ഷെ ഞാൻ എങ്ങനെ കൊല്ലുക? അത് ബേൺ ആവില്ലല്ലോ. ഓക്കെ, ഇനി ഇതാണ് ട്രിക്ക്. ഇവിടെ പാല് തുറന്നു നോക്കിയാൽ അവര് എപ്പോഴെങ്കിലും പോയിക്കോളും. അടുത്ത ജന്മത്താ പോയിക്കോളും. ഷിറ്റ്, അങ്ങട് 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 അതിലുണ്ട്. സോറി ബ്രോ, നീ ആ ഡയറക്ഷനിലാണ് പോകേണ്ടത്. ആക്ച്വലി നീ ആ ഡയറക്ഷനിലാണ്, അങ്ങോട്ട് പോകും. അതാണ് നിന്റെ സ്ഥലം. എന്താണ് അവിടെ ആൾക്കാർ കണ്ടില്ല? ആൾക്കാരോട് വിശേഷം പറ. നീ എങ്ങനെ പോണായേ, നിന്റെ സ്റ്റോറി ഫുള്ളും പറ. ബ്രോ അങ്ങോട്ട് പോവോ? പോവാറുണ്ട് കേട്ടോ സാധാരണ. ചിലവരൊക്കെ നേരെ അങ്ങോട്ട് പോകും, ചിലർ ഇതുപോലത്തെ തെറ്റിത്തരം കാണിക്കും. ബ്രോ എനിക്ക് ഞാൻ മൈൻഡ് ചെയ്യട്ടെ, നിനക്കല്ലേ കുഴപ്പമുണ്ടാ? ബേബി സോംബി, നീ എന്താ ഇത്ര മാറിപ്പോയടാ? നിന്റെ തല എത്ര ചെറുതായിരുന്ന? നീ ശവൽ പിടിച്ചിരിക്കുക. നീ എന്താ സ്പൂൺ പിടിച്ച പോലെ ഉണ്ട് കാണുമ്പോ. അവൻ പോണു. പുളി അങ്ങോട്ട് പോകുന്നു ഋഷിനു. ഞാനേ ഇത് അടക്കട്ടെ ആക്ച്വലി. ഓക്കെ, ഇനി എപ്പോഴെങ്കിലും അവൻ പോയിക്കോളൂ. അങ്ങോട്ട് പോയിട്ടുണ്ട്, ഐ പ്രോമിസ്. ഞാൻ ഇവിടുത്തെ കള്ളം പറയില്ല. ഇത് ബെറ്റർ ആക്സിഡന്റ് ആയിരുന്നില്ലേ? ബെറ്റർ ആക്സിഡന്റ്. എന്നിട്ട് ഞാൻ ഇത് പിടിച്ച് ചെയ്യാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് ആക്സാ. ഫസ്റ്റ് എപ്പിസോഡ് വന്നിട്ട് ആക്സ്. ഇവിടെ ഇത് തൊട്ട് ഞാൻ ബാക്കപ്പ് എടുക്കാൻ പ്ലാൻ എന്താ വെച്ചാൽ, ഇപ്പൊ എക്സാമ്പിൾ എന്റെ റെക്കോർഡിങ് പോയി കഴിഞ്ഞാൽ ഇനി എനിക്ക് വീണ്ടും എനിക്ക് ഇതുപോലത്തെ സോറി ഗൈസ്, വീണ്ടും ഞാൻ തെറ്റിപ്പോയി ഇത് പറയാനുള്ളൂ. എനിക്ക് കൂടുതൽ AFK കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് എല്ലാം റെക്കോർഡ് ചെയ്യാനും ഇഷ്ടമുണ്ട്. അതാണ് ഞാൻ കുറെ പേര് പറയും ഇതൊക്കെ ഇത് ചെയ്യേണ്ട, ഇത് അത്ര വലുതായിക്കാ കാര്യമായിട്ടുണ്ട്, അതൊക്കെ ബോറിംഗുള്ള കാര്യം. എനിക്ക് ഇങ്ങനെ എല്ലാം റെക്കോർഡ് ചെയ്യാൻ ഇഷ്ടം. എനിക്ക് എന്റെ കാറ്ററിങ് എനിക്ക് ഞാൻ ഓർച്ച് ചെയ്യുന്ന കാര്യം എനിക്ക് റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കോൾ തൽക്കാലം ഫർണസിനുള്ളിൽ ഇരുന്നോട്ടെ ആക്ച്വലി. ഇപ്പൊ പ്രത്യേകിച്ച് കോളിന്റെ ആവശ്യമില്ല. ലൈറ്റിന്റെ അങ്ങനെ കാര്യത്തിൽ പ്രശ്നം വന്നിട്ടില്ല ഇപ്പൊ. എനിക്ക് ക്രോപ്പ് ഫാമിന്റെ കാര്യം ചിലപ്പോൾ നാളെ ചെയ്യുള്ളൂ. ഡിപ്പെൻസ് എന്റെ ഐറ്റം കിട്ടാൻ അനുസരിച്ചാ. മറ്റേ ആള് കൊണ്ടുവന്നു സ്പൈഡർ. പിന്നെ കുഴപ്പമില്ല, സ്പൈഡർ ഐ ക്യാൻ ഹാൻഡിൽ സ്പൈഡർ. ദാറ്റ് വാസ് ക്ലോസ്. ഇപ്പൊ ഞാൻ പോയ താഴെ.
ഓക്കെ, ഇത് സ്പൈഡർ പ്രൂഫും കൂടി ആക്കണം. പിഗ്. ഓക്കെ, കാക്കാവ് പോയി, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ഉള്ള അയണൊക്കെ നമുക്ക് സ്മെൽറ്റ് ചെയ്യാം. പിന്നെ ഇനി എത്ര 16 അയണുണ്ട്. ദാറ്റ്സ് ഗുഡ് ഫോർ നൗ. പിന്നെ കോപ്പർ ഉണ്ട്. ഞാൻ ഒരു ഫർണസ് ഉണ്ടാക്കിയിട്ടേ കോപ്പറും കൂടി സ്മെൽറ്റ് ചെയ്യാൻ പ്ലാൻ. കോപ്പറും കൂടി സ്മെൽറ്റ് ചെയ്യാം. ആവശ്യം വന്നത് ഇപ്പൊ ആർമർ ഉണ്ടാക്കല്ലോ കോപ്പറിന്റെ. ഇറ്റ്സ് എ ഡീസന്റ് ആർമർ. ഇവിടെ ട്രീസ് ഒക്കെ വന്നതിനുണ്ടേ കുറച്ച് അനോയിങ്ങാ. മൈൻഡ് ചെയ്യാം നമുക്ക്. ഇവിടെ നമ്മുടെ ഇത് ഇവിടെ കുറച്ച് കോൾ എടുക്കട്ടെ. ഇത് നമുക്ക് ഇവിടെ വയ്ക്കാം. ഓ സ്കെൽട്ടൻ, ഇതാണ് പ്രശ്നം. ഇതാണ് മെയിൻ പ്രശ്നം. ഓ 2 സ്കെൽട്ടനാ. അപ്പൊ ഫൈറ്റ് കാണാം. ഒരെണ്ണം ചിണ്ടു, ഒരു മിന്റു. ഇതിൽ ഏത് ജയിക്കാന്ന് കമന്റ്സിൽ പറഞ്ഞോളൂ. ഓ, മിന്റു ആണ് ജയിച്ചത്. ഓക്കെ, ദിസ് ഇസ് യുവർ ഗിഫ്റ്റ്. ഇതായിരുന്നേ ഒരു നടക്കണ്ടായിരുന്നേ. ഈ 2 സ്കെൽട്ടൻ വന്നാൽ കുറച്ച് സേഫാ, കാരണം അവർ രണ്ടുപേരും തല്ലുവിടും. പക്ഷെ ഒരു സ്കെൽട്ടൻ വന്നാൽ നമ്മളെ മാത്രം എന്തേ അടിക്കുള്ളൂ. ആക്ച്വലി അങ്ങോട്ട് അടിക്കും. മറ്റേ ബാക്ക് സ്കെൽട്ടൻ. ഈ സ്കെൽട്ടൻ മരിക്കില്ല. എന്റെ ഫുഡും ഇല്ല. വാ, ഐഡിയ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. ഫൈറ്റിംഗ്, ജസ്റ്റ് ഫൈറ്റ്. ദാറ്റ്സ് വർത്ത്. ഓക്കെ, ആർമേർഡ് സ്കെൽട്ടൻ കുറച്ച് ഡേഞ്ചറാ. ഇപ്പൊ ഈ രാത്രി, ഇപ്പൊ എക്സാമിന് രാത്രി ആയിരുന്നെങ്കിലോ, അപ്പൊ മറ്റേ സ്കെൽട്ടനെ കൊടുക്കും. ഞാൻ ഫുഡ് തന്നെ കൈ പിടിച്ചില്ല. ഞാൻ എന്തിനാ സ്റ്റുപ്പിഡാന്നറിയോ? ഫുൾ എടുക്കല്ലേ, ഒരു പാതി എടുക്കുക, അത്ര മതിയോ? ഞാൻ ആദ്യം വിചാരിച്ചു ഫുള്ളായിട്ട് എടുക്കല്ലെന്ന് പറഞ്ഞിട്ട് ഇത്ര മതിയോ? സ്റ്റാർട്ടിങ് ഇത്ര ഫൈറ്റ് ഒന്നും ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ഫുഡൊന്നും തന്നെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഹെൽത്തിന്റെ കാര്യത്തിൽ ഇത്രയും ചിന്ത ഉണ്ടായിരുന്നില്ല, കാരണം ഹെൽത്ത് പോകണ്ടായിരുന്നില്ലേ. ഓക്കേ, ഇപ്പൊ ഭയങ്കര ഇതായി വരിക. ക്രീപ്പർ ഒന്നാ ഞാൻ പെട്ടു. ക്രീപ്പർ ഒന്നാ ഒറ്റൊരു അങ്ങോട്ടേക്ക് ഓട്ടം. എനിക്ക് എല്ലാവരും ഈ ഫെൻസ് ഇട്ട് മൂടാൻ തോന്നാം. അപ്പൊ ഇങ്ങനെ റിസ്ക് എടുക്കാം. ഇപ്പൊ എക്സാമ്പിൾ സ്കെൽട്ടൻ ഉന്തി കഴിഞ്ഞാൽ നേരെ ഇവിടെ കിടക്കുള്ളൂ. ഇവിടെ ഞാൻ ഇവിടെ നിന്ന് സ്കെൽട്ടൻ, എന്നിട്ട് ആ സ്കെൽട്ടൻ ഇവിടെ തന്നെ അടിച്ചു. നേരെ ഞാൻ അങ്ങോട്ട് പോകും. വാ, ബിഗ് ആക്കണം ഞാൻ ഈ സ്ഥലമൊക്കെ. അതിൻ്റെ ഈ സാധനം സിമിട്രി അല്ല ആക്ച്വലി. ഞാൻ സിമിട്രി ആയി വിചാരിച്ചു കേട്ടോ, എന്നിട്ട് സിമിട്രി അല്ല ആക്ച്വലി. എന്നിട്ട് ഇവിടെ കൂടുതൽ കണ്ട അവിടെ കുറവാ. അങ്ങനെയാ. ദാറ്റ്സ് അനോയിങ്. ഓക്കെ, ഇവിടെ 1 2 3. പിന്നെ ഇവിടെയും 1 2 3. എവിടെയായിരുന്നു ഈ സിമിട്രി ഇല്ലാക്കുന്നത്? ഇത് ഇവിടെയാന്ന് തോന്നുന്നു. 1 2. ഇവിടെ 1 2. ഇവിടെ 1 2 3. അവിടെ മാത്രം സിമിട്രി ആയില്ല. അത് ശരിയായി ഫിക്സ് ആക്കി എടുക്കാം അല്ലേ? ആക്ച്വലി ഞാനിപ്പോ തിരിച്ചു നോക്കുമ്പോ എനിക്കത് വലിയ ലോസായിട്ട് തോന്നണില്ല. ഇപ്പൊ എനിക്ക് വലിയ ലോസായിട്ട് തോന്നണില്ല. നേരത്തെ എനിക്ക് ഇപ്പോ ഇതൊക്കെ ഇപ്പൊ ബോറിംഗ് ആയിട്ട് തോന്നണം. ഈ മൈൻഡ് ചെയ്യലില്ലേ ഇങ്ങനെ ആൾക്കാർ മൈൻഡ് ചെയ്യലൊക്കെ ബോറിംഗ് ആയിട്ട് തോന്നണം എനിക്ക്. അപ്പൊ ഒരു കൈൻഡ് ഓഫ് ഗുഡ് തിങ്. ബട്ട് എനിക്ക് ഇതൊക്കെ കാണിച്ചൊന്നും കാണിക്കാനാകണ്ടായിരുന്നു. ലൈക്ക് ലൈവായിട്ട് ഞാൻ ഇതൊക്കെ ബിൽഡ് ചെയ്യണതേ. ഓക്കെ, കഴിഞ്ഞത് കഴിഞ്ഞു. നമ്മൾ അതിനകത്ത് ചിന്തിക്കണ്ട. ഞാനും ചിന്തിച്ചോണ്ടിരിക്കണ വെറുതെ. ഓക്കെ, ഇപ്പൊ എന്റെ ഒരു ഫുൾ സെറ്റ് ആയിട്ടില്ല. ഇനി ബൂട്ടും കൂടി ഉണ്ടാവും. എനിക്കൊന്ന് ബൂട്ടും കൂടി കിട്ടിയാൽ എനിക്ക് നെക്സ്റ്റ് ഫേസ് ആവും. നെക്സ്റ്റ് ഫേസ് കിട്ടിയാൽ ചിലപ്പോൾ ടൈം ഇട്ടുള്ളൂ തോന്നുന്നു. ഈ ഫേസിൽ എന്താ ടൈം ഒന്നും കാണാനില്ല. ഓക്കെ, ഇതാണ് എനിക്ക്. ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി വലിയ ഭയങ്കര ഡീപ്പ് അണ്ടർഗ്രൗണ്ട് അല്ല അത്. എനിക്കൊന്ന് സാധാ അണ്ടർഗ്രൗണ്ട് ആവും. മറ്റേ ഡീപ് സ്ലേറ്റ് ലെവൽ. അത് വേണ്ട, ഇപ്പൊ ലെവലപ്പായി. അപ്പൊ ഇനി എനിക്കൊന്ന് ഡയമണ്ട്സ് കിട്ടും ഐ തിങ്ക്. എന്റെ നേരത്തെ ഇതുപോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്. ബട്ട് യുനോ കഴിഞ്ഞു അതൊക്കെ. ഓക്കെ, നമ്മുടെ സൺസെറ്റ് സൺറൈസ് അല്ല സൺസെറ്റ് തന്നെ ആക്ച്വലി. സൺസെറ്റ് കണ്ടിട്ട് നമുക്ക് ആസ്വദിക്കാം. നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. അതിനോട് ഞാൻ കുറച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഞാൻ ഈ കുറച്ച് സ്പേസ് ഉണ്ടാക്കണം. എനിക്ക് ആക്ച്വലി ഡേർട്ട് ഇപ്പോൾ കുറവാണ്. ഞാനൊരു ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യാന്നറിയില്ല. എൻ്റെ സ്റ്റോൺ വെച്ചിട്ട് ഞാൻ കുറേ സ്ലാബ്സ് ഉണ്ടാക്കട്ടെ. എന്നിട്ട് ഞാൻ നമുക്ക് പ്ലാറ്റ്ഫോം ഇൻക്രീസ് ചെയ്യാം. ബക്കറ്റ് എൻ്റെ പൊന്നി ബക്കറ്റ് പിടിച്ചോണ്ട് ഞാൻ നടക്കണേ. ഭ്രാന്താണ് എനിക്ക്. ഇപ്പൊ ഞാൻ ബക്കറ്റ് എന്നാലും കുഴപ്പമില്ല. അയൺ വെച്ച് ഉണ്ടാക്കാം. ഇപ്പൊ അയണുള്ളവരുണ്ട് ഉണ്ടാക്കാം. ഞാൻ പെട്ടെന്ന് പേടിച്ചു. ഞാൻ എൻ്റെ പഴയ പണ്ടത്തെ സെൽഫാന്ന് വിചാരിച്ചു പോയി. എന്നിട്ട് പൊട്ടിയ പോലെ തോന്നി. എന്നിട്ട് ഓക്കെ, ഇത് ഏതാണ്? ഡീപ് സ്ലേറ്റ്. ഓക്കെ, ഇതാണ്. ഇനി ആ ഡയമണ്ട്സ് ഇട്ടാ. ഡയമണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചാറ്റിൽ ഡയമണ്ട് ഉണ്ടാ? സോറി. Deep mine, deep slate, copper ore, amethyst, explore the deep cave, defeat zombies. Skeletons and creeper വന്നു. Farm axolotls. അതെങ്ങനെയാ?
പ്രിപ്പയർ ഫോർ ക്രീപ്പേഴ്സ്. വാ, ഡയമണ്ടിന്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ ആക്ച്വലി. ഡയമണ്ട് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി, പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സാധനം മൈൻഡ് ചെയ്യണ മുമ്പ് ഞാൻ ഇവിടെ സെറ്റ് ആക്കട്ടെ. സ്റ്റോൺ കളക്ട് ചെയ്യണം. അത് നമുക്ക് ഇങ്ങനെ പതിയെ പതിയെ നമുക്ക് തീർത്തോളാം. ഇതിൽ സ്റ്റോണില് ചെസ്റ്റില് ഇങ്ങനെ കോപ്പറേഷൻ ജനറേറ്ററിൽ പോയിട്ട് ഇവിടെ ഇങ്ങനെ കിടന്ന് ചെയ്യാം. ബട്ട് ഞാൻ ഇതിലും ചെയ്യുമ്പോൾ കിട്ടും ചിലപ്പോ കിട്ടും. ഓ നൗ ഓക്കെ ഓക്കെ, ഇനി സ്പൈസി ചെയ്യാനുള്ള സമയം ആക്ച്വലി. I'm actually terrified. Terrified actually. Okay, let's do this. Okay, I'm actually very scared. Redstone. ഇനി അയൺ പിക്ക് എടുക്കണ സമയമായി ആക്ച്വലി. കാരണം ഈ സാധനം കളക്ട് ചെയ്ത് റെഡ്സ്റ്റോൺ ഒക്കെ ഞാൻ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ നോ, ബട്ട് വെറുതെ കളക്ട് ചെയ്യും. ഇൻ ദ ഫ്യൂച്ചർ ചിലപ്പോൾ ആവശ്യം വന്നാലോ, വല്ല ഫാംസ് ഉണ്ടാക്കാൻ എനിക്ക് വല്ല പ്രത്യേകിച്ചൊരു മോഹം തോന്നിയാലോ, അത് തോന്നില്ല എന്നറിയാം, എന്നാലും തോന്നിയാലോ. ഇത് ഡ്രിപ്പ് സ്റ്റോണില്ല ഇങ്ങനെ. ഓക്കെ, ഞാൻ കുറച്ചുകൂടി തൂർന്ന് നിൽക്കട്ടെ. ഓക്കെ 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 ഓക്കെ, ഞാൻ തൊട്ട് കണ്ടു. യെസ്, ഓ നോ ആക്സലോട്ടൽ, ഐ എം സോ സോറി ബ്രോ. വെള്ളമില്ല എൻ്റെ കയ്യില്, അത് തീരും. ഓക്കെ, വി ഗോട്ട് അവർ ഫസ്റ്റ് ഡയമണ്ട്. ആന്റി ക്ലൈമാക്ടിക് ആയിരുന്നു, കാരണം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഫാസ്റ്റ് ചെയ്ത് ഇങ്ങനെ മൈൻഡ് ചെയ്ത് പോയിരുന്നു. യെസ്, വി ഗോട്ട് അവർ ഫസ്റ്റ് ഡയമണ്ട്. യെസ്, ഞാൻ എൻ്റെ വീട് നിർത്താൻ പോണില്ല, ഐ പ്രോമിസ്. കുറച്ച് പണി ചെയ്യാണ്ട്, എനിക്ക് അവിടെ ട്രീ സെറ്റ് ചെയ്യാണ്ട്, മറ്റേ ട്രീ ഫാം. ആക്സലോട്ടൽ യൂസ്. ഒരു മിനിറ്റ്, ഇത് മറ്റേ റെയർ അല്ലേ? ഷിറ്റ് 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 ഷിറ്റ്. ഓ ബക്കറ്റ് ബക്കറ്റ് ബക്കറ്റ്. ഓ നോ 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 നോ. ഷിറ്റ് 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 ഷിറ്റ്. ആക്ച്വലി ഞാൻ ഇത് എടുക്കാൻ പോവാ. അത് റെയറാണ്, ഞാനിപ്പോഴും ഓർത്തത് റെയർ അല്ല അത്. ഞാൻ എടുക്കാൻ പറ്റുമോ? ഷിറ്റ്. ഓ നോ, ഇത് എടുക്കാൻ പറ്റും. ഓക്കെ, എടുത്തു. ഓ ഓക്കെ ഓക്കെ, നൗ ഐ എം സ്റ്റക്ക്. ഓക്കെ, ഞാനിപ്പോഴും ഓർത്തേട്ടാ, സീരിയസ്ലി അത് റെയർ അല്ലേ ബ്ലൂ? ഓക്കെ, wow, that was lucky. I can't believe it. സീരിയസ്, ഞാൻ ഇന്നത്തെ ദിവസം ഫുൾ എൻ്റെ അൺലക്കി ദിവസമാണ്. എൻ്റെ റെക്കോർഡിങ് പോയതിനോട് ഞാൻ വിചാരിച്ചെടുക്കായിരുന്നു ഇത്രയും ലക്കാവും വിചാരിച്ചില്ല. ബ്ലൂ അത് ഇന്റൻഷൻ ആണോ? ലൈക്ക് ഈ പാക്കിന്റെ വല്ല ലൈക്ക് ഈ വൺ ബ്ലോക്കിന്റെ വല്ല ഇതാണോ സെറ്റ്? ലൈക്ക് വേർഡ്സ് വരുന്നില്ല. ഇത് ഇവര് പ്ലാൻ ചെയ്തോന്നല്ലോ. ലൈക്ക് ഈ ഈ മാപ്പ് ഉണ്ടാക്കിയ ആള് ഹോപ്പ്ഫുള്ളി നോട്ട്, അല്ലെങ്കിൽ അത് ഭയങ്കര ഇതായിരിക്കും, ബോറ് പരിപാടി ആയിരിക്കും. എന്നാലും എനിക്ക് ബ്ലൂ ആക്സലോട്ടർ കിട്ടി, എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ബ്ലൂ ആക്സലോട്ടൽ എത്ര റെയർ സാധനം. ഞാനേ ചുമ്മാ കാണായിരുന്നു, ഞാൻ വെറുതെ ചുമ്മായിട്ട് ഒരു ആക്സലോട്ടൽ, ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാന്ന് ഞാൻ മനസ്സിലാക്കി വിചാരിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചത് ബ്ലൂ ആക്സലോട്ടല്. ഞാനപ്പോ ഷോക്കായി. ബ്ലൂ ആക്സലോട്ടൽ ഞാൻ സാധാ കളറൊക്കെ ആണെങ്കിൽ ഞാനപ്പോ എന്നെ കൊന്നാട്. അതിന് ചെറുതാണ്, അതിനോട് ചെറുത് സ്മോൾ വേർഷൻ. എനിക്ക് ഓക്കെ ഓക്കെ, ഇപ്പൊ കൊറേ പേര് എന്നെ കമന്റ്സിൽ ഇപ്പൊ എന്നെ അടിച്ചാനിപ്പോ സാധനം ചത്തിങ്ങ അല്ലേ? സത്യം എല്ലാരും ഇപ്പൊ എന്നെ ചീത്ത പറഞ്ഞാണ്. വാ എന്നിട്ടല്ലേ ഡയമണ്ട് കിട്ടി, അത് എന്തായാലും കിട്ടുന്ന ഉറപ്പായിരുന്നു. ബട്ട് ആക്സലോട്ടില് ബ്ലൂ ആക്സലോട്ട് കിട്ടും ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. സീരിയസ്ലി ബ്ലൂ ആക്സലോട്ട്, മറ്റേ ഡയമണ്ട് കിട്ടുന്ന എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ? കാരണം ഇതിൽ ഡയമണ്ട് എന്തെങ്കിലും കാണല്ലോ. ലൈക്ക് എന്നാലും ബ്ലൂ ആക്സലോട്ടിൽ എങ്ങനെയാലേ ബ്ലൂ? ഓ സീരിയസ്ലി എനിക്ക് എനിക്കൊരു പേടിയാവുണ്ട്. സോംബി അങ്ങോട്ട് വീണം. ഓക്കെ ഓക്കെ, വെള്ളം. ഓക്കെ, ബക്കറ്റ്. ഓക്കെ, എന്റെ നേരത്തെ ഞാൻ വിഷമിച്ചിരിക്കായിരുന്നു. അയ്യോ, ഞാൻ ഈ സാധനം പിടിച്ചാൽ ഞാൻ ഇങ്ങനെ ബക്കറ്റ് വെള്ളം എങ്ങനെ കിട്ടും ഞാൻ പേടിച്ചിട്ടായിരുന്നു. ഓക്കെ ഓക്കെ, ബക്കറ്റ് അവിടെ, ബക്കറ്റ്. ഓക്കെ, വേറെ ബക്കറ്റ്. ഓക്കെ ഓക്കെ, ഇനി എനിക്ക് ഇൻഫിനിറ്റ് ഉണ്ടാക്കാം, ഇൻഫിനിറ്റ് സോഴ്സ്. ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കണം. ഇന്നത്തെ സ്വിമ്മിംഗ് പൂൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കാം ഞാൻ. ഇപ്പൊ തൽക്കാലത്തിന് ഓക്കെ, ദിസ് ഇസ് ഓക്കെ. ഓക്കെ, ഇപ്പൊ വെള്ളത്തിന് കാര്യത്തിൽ ഇപ്പൊ എനിക്ക് ഇൻഫിനിറ്റ് വാട്ടർ ബക്കറ്റ് ഉണ്ടാകും. പക്ഷെ എനിക്ക് ആക്സലോട്ടിൽ പോകുന്ന വീഡിയോ ആ സമയത്ത് ഉണ്ടാക്കണം. ഓക്കെ, ഇപ്പൊ തൽക്കാലത്തിന് ഈ വെള്ളം ഇവിടെ ഇരുന്നോട്ടെ എനിക്ക്. ഓക്കെ 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 ഓക്കെ,
ഞാൻ ശരിക്കും ടെൻഷൻ പിടിച്ചിരിക്കുക. ആക്ച്വലി ഞാൻ അവിടെ ടെൻഷൻ പിടിച്ചിരിക്കുക. എനിക്ക് എന്താ ചെയ്യേണ്ട പിടിയില്ല. ബ്ലൂ ആക്സോട് കിട്ടുന്ന ഒട്ടും പ്രതീക്ഷയില്ല. ടൈറ്റിൽ ഞാൻ ഫസ്റ്റ് തന്നെ ടൈറ്റിൽ വല്ല ഐ ഫൗണ്ട് ഡയമണ്ട്സ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഞാൻ പ്രതീക്ഷിച്ചേട്ടാ. അല്ല, ഞാൻ കൊടുക്കാൻ പോണത് ഐ ഫൈൻഡ് ദ റേറസ്റ്റ് മോബ് ഇൻ വൺ ബ്ലോക്ക്. റേറസ്റ്റ് മോബ്. ഡയമണ്ട്. ലാസ്റ്റ് ഡയമണ്ട് ഇട്ട് വാൻഡി ക്ലൈമറ്റ്. ഇന്ന് നമ്മൾ കുറച്ചും കൂടിയാണോ ലക്ഷറിയസ് ആയിട്ട് മൈൻഡ് ചെയ്യാൻ പോകും. യെസ്, നമ്മുടെ ഡയമണ്ട്സ്. ഓക്കെ, കഴിഞ്ഞു. ഞാൻ ഡയമണ്ട്സ് എടുത്ത് നോക്കട്ടെ. എടുത്ത് വെക്കട്ടെ. ചെസ്റ്റ്, എംബറൽസ്. ഓ, പിന്നെ മൂന്നാമത്തെ ഡയമണ്ട്. പിന്നെ ഈ പിക്കാക്സ് ഉണ്ടാക്കാം. 512. ആക്ച്വലി എന്റെ ഹൗസ് എവിടെ ആയിരിക്കും വെക്കുക ഞാൻ? എന്നിട്ട് ഞാൻ ആ ചെസ്റ്റ് റൂം, ആ ചെസ്റ്റുള്ള ഭാഗമല്ലേ, ഞാൻ അവിടെ ആയിരിക്കും ചിലപ്പോൾ എൻ്റെ ഹൗസ് ഉണ്ടാക്കാൻ പോണത്. അവിടെ സ്ഥലം വില കുറച്ച് വലുതാക്കിയാൽ മതി. പിന്നെ ഹൗസ് എന്തിനും ഈ ചെസ്റ്റും സാധനങ്ങളൊക്കെ എടുത്തേക്കാനല്ലേ ഹൗസ് എന്ന് പറയണത്. അതുകൊണ്ട് ഇതിപ്പോ രണ്ടുമാരായി. ഓക്കെ, ഈ ഭാഗത്ത് ഞാൻ ചിലപ്പോൾ എൻ്റെ ഹൗസ് ഉണ്ടാക്കാൻ പോണത്. ഇവിടെ എൻ്റെ ഫാം, ആനിമൽ ഫാം, ഇവിടെ ക്രോപ്പ് ഫാം, പിന്നെ നടുക്ക് ട്രീ ഫാം. യെസ്, വി ആർ ലിവിങ് ലൈഫ് ഫോർ നൗ. നമ്മൾ സ്റ്റക്ക് ഒന്നും ആവാൻ മതി. അല്ലെ ക്രീപ്പറാണ് നമ്മളെ സ്റ്റക്ക് ആക്കാൻ സാധിച്ചത്. അപ്പൊ നമ്മുടെ ഇമ്പോർട്ടൻസ് സാധനമൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാല് സ്റ്റക്കാവും ചിലപ്പോ. ഇനി വെഞ്ചില് മറ്റേ ഈ വൺ ബ്ലോക്ക് നമുക്ക് ഐറ്റം തരുമെന്ന് പ്രാർത്ഥിക്കേണ്ടി വരും. ലക്ക് അനുസരിച്ചിരിക്കും. ഓക്കെ, ലെറ്റ്സ് മൈൻ. എനിക്ക് ഭയങ്കരമായിട്ട് അടുത്തേക്കാൻ പേടിയാണ്. കാരണം എപ്പോഴാ ക്രീപ്പർ ചാടി വരാന്ന് പറയാൻ പറ്റില്ല. ക്രീപ്പൊന്നും ഞാൻ ഇങ്ങനെ കൊല്ലാ. ലാവാ, ഷിറ്റ്, ലാവാ. ആക്ച്വലി ഒരു മിനിറ്റ് ഇവിടുന്ന് അത് വുഡാണ്. ഒരു മിനിറ്റ് ഷിറ്റ്. ഒരു മിനിറ്റ്. ബക്കറ്റ് വുഡാണത്. എന്റെ കയ്യിൽ ഫുള്ള് വുഡാ. ഓക്കെ, ലാവ. ഒരു എക്സ്ട്രാ ലാവ കിട്ടി. ആക്ച്വലി എനിക്കൊന്ന് ഇനി ഈ സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ബക്കറ്റ് ഉണ്ടാക്കാൻ പ്ലാൻ. ബക്കറ്റ് കുറെ ഉണ്ടാക്കി വെക്കാം. ഒരു ബക്കറ്റ് കൂടി എക്സ്ട്രാ ഉണ്ടാക്കാം. ഒരു ബക്കറ്റ് എക്സ്ട്രാ ഉണ്ടാക്കാം. എക്സാമ്പിൾ ഇനി വീണ്ടും സാധനങ്ങൾ കയറി വന്നാലേ, മറ്റേ ലാവയും അല്ലെങ്കിൽ വാട്ടർ വന്നാലേ എടുക്കാൻ വേണ്ടിയാ, കളക്ട് ചെയ്യാൻ വേണ്ടിയാ. കാരണം കളക്ട് ചെയ്താൽ എനിക്ക് നെക്സ്റ്റ് പോകാൻ പറ്റുള്ളൂ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ചെസ്റ്റ് എന്നല്ല വെള്ളം വരുന്നത്. ഓക്കെ, ആക്ച്വലി ഞാൻ ഇവിടെ നിൽക്കണ്ട. ആക്ച്വലി ഞാൻ പേടി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ മറ്റേ ഡീപ് സ്ലേറ്റ് കോൾ. ബട്ട് എന്റെ സീൽ ടച്ചിലാന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. റയർ അല്ലേ ഡീപ് സ്ലേറ്റ് കോൾ. ബട്ട് ഓക്കെ ഷിറ്റ്. ഓക്കെ, നമുക്ക് രണ്ടുപേരും ഫൈറ്റ് ചെയ്തോ. വീണ്ടും കിണ്ടു ആൻഡ് ബിണ്ടു ഫൈറ്റിംഗ്. ഏത് ജയിക്കാന്ന് കമന്റ് പറ. ഓ, രണ്ടുപേരും തോറ്റു. വാ, രണ്ടുപേരും തോറ്റു ആക്ച്വലി. ഗെയിം പെട്ടെന്ന് ലാഗായി. ഇവിടുന്ന് ഗെയിം പെട്ടെന്ന് സ്റ്റക്കായി. ഇപ്പൊ കണ്ടില്ലേ സ്റ്റക്ക്? ഇന്നുണ്ടല്ലോ, ഞാനിപ്പോ ഓർത്ത എന്റെ ഈ ഷീൽഡുള്ള കാര്യം ഞാൻ ശരിക്കും ആക്ച്വലി മറന്നു. ഞാൻ ലാസ്റ്റ് ടൈം സ്കെൽട്ടനെ എങ്ങനെ കൊന്നതെന്ന് അറിയും? ഭയങ്കര ഓടിച്ചാടിയതുകൊണ്ട്. ഈ ഷീൽഡ് പിടിച്ച് പോവുക അത്ര ഉള്ളോ. ആക്സലോട്ടിൽ വീണ്ടും യെല്ലോ ആണിപ്പോ. യെല്ലോവും ബ്രൗണും. ഞാനിപ്പോ എന്താ ചെയ്യാ? ഒരു സ്വിമ്മിംഗ് പൂൾ പെട്ടെന്ന് ഉണ്ടാക്കണം. അതെവിടെ ഉണ്ടാക്കും? ആക്സലോണിൽ ബുദ്ധി ഉണ്ടോ? ലൈക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ലാൻഡിലേക്ക് പോകും, ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ പോകും. അവര് ഇങ്ങനെ നോക്കട്ടെ. അവരുണ്ട്. ഓക്കെ, ബ്ലൂ ആക്സലോട്ടിൽ എന്തായാലും ഞാൻ പുറത്തേക്ക് എടുക്കില്ല. കാരണം എനിക്ക് പേടിയാ. അത് ബ്ലൂ ആക്സലോട്ടിൽ ഞാൻ പുറത്തേക്ക് എടുക്കില്ല. ഞാൻ ചിലപ്പോ എന്റെ ഫ്യൂച്ചർ നന്നായിട്ട് സേഫ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടാക്കുമ്പോൾ ഞാൻ വേണമെങ്കിൽ ബ്ലൂ ആക്സലോട്ടലിനെ വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. ഇപ്പൊ ഞാൻ അടുത്ത് പുറത്തേക്ക് എടുക്കാൻ പ്ലാൻ ഇല്ല. ഇപ്പൊ ആക്ച്വലി ഞാൻ സ്റ്റക്ക്. ഇവർക്ക് വേണ്ടി സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കണമെന്നുണ്ട്. ബട്ട് അതിന്റെ കൂടെ ഉണ്ടാക്കണ്ടെന്നുണ്ട്. ആക്ച്വലി സ്റ്റക്ക്. ഇവര് കുറച്ച് തീരെ ലൈക്ക് ഇവർക്ക് ഇത് വെള്ളം വേണം, അല്ലെങ്കിൽ ഇവര് പെടും. അല്ലെങ്കിൽ ഇവിടെ വെള്ളം വെക്കാം. ഇവിടെ ഒരു വെള്ളം വെക്കാം. എന്നിട്ട് ഒരു
ഇൻഫിനിറ്റ് സോഴ്സും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇൻഫിനിറ്റ് സോഴ്സ് ഉണ്ടാക്കണം. ഓക്കെ, ദിസ് ഇസ് കോംപ്ലിക്കേറ്റഡ് ആക്ച്വലി. This is complicated. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സേവ് ചെയ്യണ കുറെ പേര് സേവ് ചെയ്യുന്ന അറിയും. എനിക്കാണെങ്കിൽ ചെയ്യണമെന്നില്ല. ബ്ലൂ ആക്സലോട്ട് ഞാനിപ്പോ ചെയ്തു, ഞാൻ സേവ് ചെയ്തു. എന്നാലും ഞാൻ ഒരു സെക്കൻഡ് വിചാരിച്ചു കേട്ടോ അത് ചെയ്യേണ്ടത്. ബട്ട് ഞാൻ ബ്ലൂ ആക്സലോട്ട് റിയലൈസ് ചെയ്തില്ല. ബ്ലൂ ആക്സലോട്ട് ശ്രദ്ധിച്ചില്ല. ഞാൻ ആക്സലോട്ട് എന്നൊരു പേര് പറഞ്ഞ് ഞാൻ ചെയ്തത്. എനിക്ക് സീരിയസ്ലി ഒരു പിടിയില്ല എന്താ ചെയ്യേണ്ടത്. I have no freaking clue what I should do. Should I kill them? Should I make a swimming pool for them? Maybe. Actually എനിക്ക് ചെയ്യാൻ പറ്റില്ല. I'm not doing. ഞാൻ ചെയ്യാൻ പോകുന്നില്ല. അവിടെ കിടന്ന് കഴിഞ്ഞ് കിടക്കട്ടെ. വീണ്ടും കിട്ടും ചിലപ്പോ. എനിക്ക് വെള്ളമില്ല. ആക്ച്വലി വെള്ളം ഉണ്ട്, ഒരെണ്ണുള്ളൂ. ബട്ട് വേറെ ഒരു ബക്കറ്റ് വെള്ളം ഉണ്ട്. ബട്ട് എനിക്ക് ആക്സലോട്ടിന്റെ പുറത്തേക്ക് എടുക്കണം. ആ ബ്ലൂ ആക്സലോട്ടിന്റെ പുറത്തേക്ക് എടുത്താലേ എനിക്ക് വെള്ളം എടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഞാൻ വല്ല മണ്ടത്തരം കാണിച്ചിട്ട് ആ ആക്സലോട്ട് ചിലപ്പോൾ മരിച്ചാലേ പണി കിട്ടും. അതുകൊണ്ടാണ് ഇറ്റ്സ് എ ഓപ്ഷൻ. ഡു യു വാണ്ട് ബ്ലൂ ആക്സലോട്ടൽ ഓർ എക്സലോട്ടൽ, സാധാ എക്സലോട്ടൽ? ബട്ട് 50-50 ചാൻസ് ഉണ്ട് മരിക്കാൻ. ഇറ്റ്സ് യുവർ ചോയ്സ് ഗൈസ്. ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്താനും പോവാണ്. അതിലൂടെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഡു യു വാണ്ട് ദിസ് ആക്സലോട്ടൽ അല്ലെങ്കിൽ ബ്ലൂ ആക്സലോട്ടലിനെ? 50-50 ചാൻസാ അവൻ മരിക്കാൻ മറ്റേ ബ്ലൂ ആക്സലോട്ടൽ. കാരണം ഞാൻ ചിലപ്പോൾ മണ്ടത്തരം കാണിക്കും, അതുകൊണ്ടാണ്. പിന്നെ ഈ പെട്ടെന്ന് വേറെ വല്ല വെള്ളം കിട്ടിയാൽ ചിലപ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ആക്ച്വലി. ബൈ.